മലപ്പുറത്തിൻ്റെ യേശുദാസ് എന്ന് പറഞ്ഞ് സ്വയം നടക്കുന്ന ഒരുത്തനുണ്ട്. യൂട്യൂബറാണ്. ഇപ്പതേ ഒരു സിനിമയിലും അഭിനയിച്ചു. പുള്ളിക്കാരൻ സ്വയം വിചാരിക്കുന്നത് പുള്ളി എന്തോ വലിയ സംഭവമെന്നാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പാട്ട് പാടും. എന്നും വെച്ച് ഇദ്ദേഹത്തിൻ്റെ പാട്ടുകളൊന്നും ടോപ്പ് ക്ലാസ്സുമല്ല. എന്നാൽ സ്വയം എന്തോ വലിയ സംഭവമാണ്. അല്ലെങ്കിൽ യൂട്യൂബിലൂടെ തന്നെയും തൻ്റെ ഫാമിലിയും ലക്ഷക്കണക്കിന് ആളുകൾ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായൊരു സംഭവമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയാസിലും അത്യാവശ്യം നല്ല പോലെ പെയ്ഡ് വർക്ക് നടക്കുന്നുണ്ട്. എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും ഉടനെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വളരെ വലിയ ഫാൻസ് അല്ലെങ്കിൽ ഡൈഹാർഡ് ഫാൻസ് എന്ന രീതിയിൽ കുറേ ഫേക്ക് അക്കൗണ്ട്സ് നിന്ന് കുറേ പേര് നല്ല രീതിയിൽ കമൻ്റ് ഇടുകയും അല്ലെങ്കിൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പെയ്ഡ് ബൂസ്റ്റിംഗ് നടക്കുന്ന ഒരു പ്രത്യേകതരം വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പോൾ പുറത്തുനിന്നൊരാൾ കാണുന്ന സമയത്ത് ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും വമ്പൻ സപ്പോർട്ടാണ്. പക്ഷേ റിയാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പൊയ്മുഖമാണ്. ഇദ്ദേഹം നല്ല ഒന്നാം തരം ഒരു തൊട്ടിയാണ്. പെട്ടെന്നൊരു ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള ഹൈപ്പ് കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, എത്രത്തോളം ഉയരത്തിൽ പോകുന്നു അത്രത്തോളം താഴെ വീഴുമെന്ന്. പക്ഷേ ഇദ്ദേഹം അത് ഓർത്തില്ല. ഇദ്ദേഹം വിചാരിച്ചത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഞാൻ എന്നും ഇതുപോലെ കണ്ണിൽ പൊടിയിട്ട് അല്ലെങ്കിൽ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പറ്റിക്കാമെന്ന്. പക്ഷേ നമ്മുടെ മലയാളികൾക്കൊരു കുഴപ്പമുണ്ട്. ആദ്യമൊക്കെ അവർ വലിയ രീതിയിൽ ഇങ്ങനെ പൊക്കി പിടിച്ചു കൊണ്ടുപോകും. പക്ഷേ നമ്മൾ ഫ്രോഡാണ്, നമ്മൾ ഉഡായിപ്പാണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു തലത്തിലും ഒരു മലയാളിയും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് തന്നെയാണ് ഇദ്ദേഹത്തിനും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ യൂട്യൂബിൽ പാട്ടൊക്കെ പാടി നല്ല രീതിയിൽ വ്ലോഗെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. സിനിമയിൽ ഇദ്ദേഹത്തിന് കിട്ടിയ വേഷത്തിനെ പറ്റി പറയാതിരിക്കുന്നതാണ് ഭേദം. ഒരൊറ്റ ഡയലോഗ് പോലും ഇല്ല. പക്ഷേ ആ സിനിമയിൽ ഒരു ഓഫർ കിട്ടിയതിന് ശേഷം നമ്മുടെ ഈ ചിറാപൂഞ്ചി തറയിലുമല്ല ആകാശത്തിലുമല്ലാത്തൊരവസ്ഥയായിരുന്നു. അത്രത്തോളമാണ് താൻ എന്തോ വലിയ സംഭവമാണെന്ന് സ്വയം വിചാരിച്ചുകൊണ്ട് നടന്നത്. പക്ഷേ സിനിമയെല്ലാം ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ട്രോളെല്ലാം കിട്ടി. അത് ആ ഒരു സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബിലെ മറ്റൊരു കോമാളിയായ തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവുകയും തൊപ്പി പണ്ടി മലപ്പുറത്തിൻ്റെ യേശുദാസായ ചിറാപൂഞ്ചിയുടെ കുടുംബത്തിലെ ഏതോ ഒരു സ്ത്രീയെപ്പറ്റി എന്തൊക്കെയോ വൃത്തികെട്ട രീതിയിൽ പറയുകയും ചിറാപൂഞ്ചി ഓടിപ്പോയി പോലീസിൽ പരാതി കൊടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല കയ്യടി നേടുകയും ചെയ്തു. കാരണം ഈ ചിറാപൂഞ്ചിക്ക് സ്വന്തം കുടുംബത്തിനോട് എത്രമാത്രം സ്നേഹമാണ്, ചിറാപൂഞ്ചി സ്ത്രീകളെ എത്രമാത്രം ബഹുമാനിക്കുന്നു. അങ്ങനെ സ്ത്രീകളെ അത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്ന ഈ ചിറാപൂഞ്ചിക്ക് സോഷ്യൽ മീഡിയ വഴി നല്ല രീതിയിലുള്ള കയ്യടിയാണ് കിട്ടിയത്. പക്ഷേ ആ കയ്യടിയുടെ ശബ്ദം ഇങ്ങനെ ഉയർന്നുയർന്നു വരുന്നതിൻ്റെ കൂടെ പെട്ടെന്നൊരു ദിവസം ഒരു ന്യൂസ് പുറപ്പെടുകയാണ്. നമ്മുടെ സിനിമ, അതായത് ഈ ചിറാപൂഞ്ചി അഭിനയിച്ച സിനിമയിലെ നായകനും ഒരു നടിയുമായിട്ട് എന്തൊക്കെയോ ചില റിലേഷനിലാവുന്നു. ആ നടിയെ പീഡിപ്പിച്ചതിന് ശേഷം ആ നടൻ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ആ ഒരു കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ചിറാപൂഞ്ചി വഴി 25 ലക്ഷം ഒരു ഇൻഫ്ലുവൻസറിന് കൈമാറുന്നു. അതോടുകൂടി നമ്മുടെ ഈ നല്ലവനായ ചിറാപൂഞ്ചിയുടെ മൊത്തം ഇമേജും നശിച്ചു പോവുകയാണ്. ഇൻസ്റ്റഗ്രാമിൽ അനന്തു എന്ന പേരുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് ഇതിനെപ്പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇട്ടത്. പക്ഷേ ആ ഒരു ഇൻഫ്ലുവൻസർ വളരെ കൃത്യമായിട്ടും എല്ലാ ഡീറ്റെയിൽസും തെളിവോടുകൂടിയാണ് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചിറാപൂഞ്ചിക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റിയില്ല. അങ്ങനെ 1.5 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ചിറാപൂഞ്ചി തൻ്റെ യൂട്യൂബിലൂടെ ഒരു 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അതൊരു 1.5 എക്സ്പ്ലനേഷൻ ആയിപ്പോയി. അത് കാണുന്ന കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാവും ഈ ചിറാപൂഞ്ചി എത്രത്തോളം ഉഡായിപ്പാണ്, അല്ലെങ്കിൽ ചെയ്ത തെറ്റിന് ഏതൊക്കെ രീതിയിലാണ് ന്യായീകരിച്ച് മെഴുകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു സ്ത്രീയുടെ കണ്ണീരിനാണ് ഈ വൃത്തികെട്ടവൻ വില പറഞ്ഞ് 25 ലക്ഷം ആ നടൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഈ ചിറാപൂഞ്ചിയുടെ കൂട്ടുകാരൻ്റെ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തത്. കാരണം സ്വന്തം അക്കൗണ്ടിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇത് പുറത്ത് വന്നാൽ ചീത്തപ്പേരാവും എന്നുള്ള അറിയാം. പക്ഷേ ഈ പുള്ളിക്കാരനൊരു അബദ്ധം പറ്റി. ഈ കൂട്ടുകാരൻ തന്നെ പല വിവരങ്ങളും പുറത്തു വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ചിറാപൂഞ്ചിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ചിറാപൂഞ്ചിയാണ് ഈ ഇൻഫ്ലുവൻസറിനെയും ഈ സിനിമയിലെ നായകനെയും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കി കൊടുത്തത്. എന്തിനു വേണ്ടി? സെറ്റിൽമെൻറ്റിന് വേണ്ടി. ആര് വഴിയാണ് സെറ്റിൽമെൻറ്റ് നടന്നത്? നമ്മുടെ ഈ ചിറാപൂഞ്ചി. 1.5 ആഴ്ചയ്ക്ക് മുന്നെയാണ് ചിറാപൂഞ്ചിയുടെ കുടുംബത്തിലെ ഒരു സ്ത്രീയെപ്പറ്റി എന്തോ നമ്മുടെ തൊപ്പി പറഞ്ഞതിന് ഓടിപ്പോയി കേസ് കൊടുത്തത്. അതേ ചിറാപൂഞ്ചിയാണ് മറ്റൊരു പെണ്ണിൻ്റെ കണ്ണീരിനും മാനത്തിനും വില പറഞ്ഞത്. അപ്പോൾ ആലോചിച്ച് നോക്കണം നമ്മുടെ ചിറാപൂഞ്ചിയുടെയൊക്കെ ഒരു അന്തസ്സും അഭിമാനവും. യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയും എത്രത്തോളം മാസ്ക് ഇട്ട് മാന്യനായാലും എന്നെങ്കിലും ഒരു ദിവസം നിൻ്റെയൊക്കെ ഈ തൊട്ടി സ്വഭാവം പുറത്തു വന്നിരിക്കും. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവൻ എത്രത്തോളം വൃത്തികെട്ടവനാണെന്ന്. ഒരു തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഒരു തെറ്റിന് കൂട്ടു നിൽക്കുന്നതും. ശരിക്കും പറഞ്ഞാൽ ഇവൻ ഏറ്റവും വലിയ ചതിയനാണ്. കാരണം ആ സ്ത്രീയോട് കാണിച്ച ഏറ്റവും വലിയ ദുഷ്ടത്തരം എന്ന് വെച്ചാൽ ആ സ്ത്രീ പോലും അറിയാതെ
അവരുടെ പേരിൽ 25 ലക്ഷം രൂപ വാങ്ങി ആ ഒരു ഇൻഫ്ലുവൻസറിന് കൈമാറി. എന്ത് വൃത്തികെട്ടവനാടാ നീ! എന്നിട്ട് അതിനെ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുന്ന കാരണം അവനാണോ പീഡിപ്പിച്ചത്, ഞാൻ വാങ്ങിക്കൊടുത്തതല്ലേ ഉള്ളൂ, ഇതിലെന്താണ് ഇത്ര തെറ്റെന്ന്? അവൻ ചെയ്ത തെറ്റിനെ പറ്റി അവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സമൂഹത്തിനോട് വലിയ ബഹുമാനവും അല്ലെങ്കിൽ നീതിബോധമൊക്കെ ഉള്ളൊരു ഇൻഫ്ലുവൻസറാണ്. എന്ത് വൃത്തികെട്ടവനാണ് നീ! നീയും തൊപ്പിയുമെല്ലാം ഒരേ സ്കെയിലുള്ളവർ തന്നെയാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞിരിക്കുന്ന കുറേ ചെന്നായകൾ. ഇവൻ്റെയൊക്കെ കൂടെ എവിടെയെങ്കിലും പോകുന്ന സ്ത്രീകളൊന്നും സൂക്ഷിക്കുക. നാളെ നിങ്ങൾക്ക് മുട്ടും ഇതേപോലെ പണി തരും. ഇവൻ്റെ ഒന്നും കൂടെ പോകുന്ന ഒരു സ്ത്രീകളും സേഫ് അല്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ മറ്റവൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നിങ്ങളെയും നാളെ സെറ്റിൽ ചെയ്യും. കാരണം ഇവൻ സെറ്റിൽമെൻറ്റിൻ്റെ ആളാണല്ലോ. കാശ് കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും. ഇനി അറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഈ സെറ്റിൽമെൻറ്റിന് പ്രത്യുപകാരമായിട്ടാണോ ആ നടൻ്റെ സിനിമയിൽ ഒരു റോള് കിട്ടിയതെന്ന്. കാരണം ഈ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം പുറത്തൊന്നും പറയരുത്. അതുപോലെ തന്നെ ഒരു കമാന്നൊരക്ഷരം പോലും ഈ പുള്ളിക്കാരൻ ആ സിനിമയിലും ഇല്ല. ചിലപ്പോൾ വാ തുറക്കാത്ത റോളായിരിക്കും സിനിമയിലും കൊടുത്തത്. സെറ്റിൽമെൻറ്റിൻ്റെ കാര്യവും പുറത്ത് പറയേണ്ട, സിനിമയിലും വാ തുറക്കണ്ട. അതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു വേഷം കൊടുത്തത്. എന്തായാലും നമ്മുടെ ചിറാപ്പുഞ്ചിയുടെ കാര്യത്തിൽ തീരുമാനമായി. നാട്ടിലുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലായി ചിറാപ്പുഞ്ചിയുടെ തനി സ്വരൂപം എന്താണെന്ന്. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എത്രയൊക്കെ വെള്ളപൂശിയിട്ടും കാര്യമില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ നോക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പെയ്ഡ് വർക്ക് എപ്പോഴും ഈ പുള്ളിക്കാരനുണ്ട്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഉടനെ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഇത്രയും പെട്ടെന്ന് കേസ് കൊടുക്കുന്ന ഈ ഒരു വ്യക്തി ഈ ഒരു ആരോപണത്തിന് മാത്രം കേസ് കൊടുത്തില്ല. കാരണം എന്താണ്? ഇത് വെറുമൊരു ആരോപണമല്ല, ചെയ്ത കാര്യം തന്നെയാണ്. അതിന് വ്യക്തമായ പ്രൂഫുകളെല്ലാം തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലൂടെ ഇവൻ്റെയൊക്കെ തനി സ്വരൂപം എന്താണെന്ന് മലയാളികൾക്ക് നല്ലപോലെ മനസ്സിലാവും. ഇപ്പോഴും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് നല്ല പണി കിട്ടുമ്പോൾ അങ്ങ് മാറിക്കോളും. ഒരു സാധാരണക്കാരന് നന്നായിട്ട് മനസ്സിലാവും ഇവൻ്റെയൊക്കെ സ്വഭാവം എന്തായിരുന്നുവെന്ന്. ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഇവനൊക്കെ 25 ലക്ഷം രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും വിലപേശി വാങ്ങിയത്. ചിലപ്പം അതിൻ്റെ പ്രത്യുപകാരമായിട്ടായിരിക്കും സിനിമയിലൊരു ഓഫർ കിട്ടിയത്. പക്ഷേ അതുകൊണ്ട് തന്നെയായിരിക്കും ആ സിനിമയിലൊരു വേഷം ഇദ്ദേഹത്തിന് അത്രത്തോളം ഹേറ്റ് കൊടുത്തത്. അത്രയ്ക്കും വകയ്ക്ക് കൊള്ളാത്തൊരു സിനിമയും അത്രയ്ക്ക് വകയ്ക്ക് കൊള്ളാത്തൊരു റോളുമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്. എന്തായാലും ഒരു സ്ത്രീയുടെ കണ്ണീര് വെച്ച് കളിച്ചതല്ലേ, അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് അത്ര വലിയ പവിത്രതയോ അല്ലെങ്കിൽ അതുകൊണ്ട് അത്ര വലിയ ഉയർച്ചയും കിട്ടാൻ പോകുന്നില്ല. എന്തായാലും ആ ഒരു സ്ത്രീയുടെ കണ്ണീര് കാരണം ഇദ്ദേഹത്തിൻ്റെ പൊയ്മുഖം ഇപ്പം നാട്ടുകാരെല്ലാം അറിഞ്ഞു. ഇനിയിപ്പോൾ എത്ര വെള്ള പൂശിയിട്ടും കാര്യമില്ല. സ്വന്തം കുടുംബത്തിലെ സ്ത്രീയെപ്പറ്റി തൊപ്പി എന്തോ ഒന്ന് പറഞ്ഞതിനാണ് ഓടിപ്പോയി കേസ് കൊടുത്തത്. പക്ഷേ കണ്ടവൻ്റെ മകളെയൊക്കെ പീഡിപ്പിക്കുന്നതിന് കൂട്ടു നിൽക്കാനും അതിനുവേണ്ടി കാശ് വാങ്ങി കൊടുക്കാനുമൊന്നും ഇവറ്റകൾക്ക് യാതൊരു എളുപ്പമില്ല. എന്തായാലും സമൂഹത്തിന് ഇതുപോലത്തെ വൃത്തികെട്ട വ്ളോഗേഴ്സിനെ ഒരിക്കലും അല്ലെങ്കിൽ ആരും തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇവനെപ്പോലുള്ളവന്മാർ ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളെ കണ്ണീരിനും അല്ലെങ്കിൽ മാനത്തിനും വരെ വില പറയുന്ന വൃത്തികെട്ടവന്മാരാണ്. ഇവനെപ്പോലത്തെ നീചന്മാരെ എന്നും നമ്മുടെ സമൂഹം മാറ്റി നിർത്തണം. ഇപ്പം നിങ്ങൾ പറയും ഇവൻ പീഡിപ്പിച്ചില്ലല്ലോ, സെറ്റിൽമെൻറ്റ് ചെയ്തതാണല്ലോ എന്ന്. രണ്ടിനും ഒരേപോലെ തന്നെയാണ്. സെറ്റിൽമെൻ്റ് ആയാലും അവളുടെ കണ്ണീരിനാണ് ഇവൻ വില പറഞ്ഞത്. അതും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി സ്വന്തം അക്കൗണ്ട് വഴി കൊടുക്കാതെ കൂട്ടുകാരൻ്റെ അക്കൗണ്ട് വഴിയാണ് ഈ വിദ്വാൻ പൈസ കൊടുത്തത്. നല്ല ബുദ്ധിയാണ്, പക്ഷേ എവിടെയോ ഒന്ന് പാളിപ്പോയി. ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും നീ കാണിച്ച തൊട്ടിത്തരം നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി എത്രയൊക്കെ വെള്ളയടിച്ചിട്ടും എത്രയൊക്കെ മെഴുകിയിട്ടും യാതൊരു കാര്യവുമില്ല. 25 ലക്ഷം വാങ്ങിക്കൊടുത്തിട്ട് അവൻ്റെ ഒരു ന്യായീകരണം കാണണം. എൻ്റെ പൊന്നോ, നിന്നേക്കാണല്ലോ ജനങ്ങൾ മാന്യനെന്ന് വിളിച്ചുകൊണ്ട് നടന്നത്. നീ മാന്യനല്ല, നീ വെറും വൃത്തികെട്ടവനാണ്. വേറൊന്നും പറയുന്നില്ല. എന്തായാലും ഇനിയെങ്കിലും ഇവനെപ്പോലത്തെ വൃത്തികെട്ടവന്മാർ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി തന്നെ നിർത്തണം. കാരണം ഇവനെയൊന്നും സപ്പോർട്ട് ചെയ്തിട്ട് യാതൊരു ഗുണവുമില്ല. കുറേ പിള്ളേരെ കൂടെ നിർത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സോഷ്യൽ മീഡിയയിൽ കമൻ്റ് ഇട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്രയൊക്കെ കമൻ്റ് ഇട്ട് ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നാട്ടുകാർക്ക് ഇപ്പം നിൻ്റെ തനി സ്വരൂപം എന്താണെന്നുള്ള മനസ്സിലായി. നാട്ടുകാർക്ക് നിൻ്റെ ഈ വൃത്തികെട്ട സ്വഭാവം മനസ്സിലായ സ്ഥിതിക്ക് ഇനി യൂട്യൂബിൽ കയറിയിരുന്ന് ചിറാപ്പുഞ്ചിയും പാടി നാട്ടുകാരെ വെറുപ്പിക്കാൻ നിൽക്കണ്ട. നല്ല വല്ലോ പണിയെടുത്ത് ജീവിക്കാൻ നോക്കൂ. വെറുതെ എന്തിനാണ് മാന്യതയുടെ മുഖംമൂടിയും അണിഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നടക്കുന്നത്? ഇപ്പം വരും കുറേ പീക്കിരി പിള്ളേർ, നമ്മുടെ ചിറാപ്പുഞ്ചിയുടെ ഫാൻസ്. ചിറാപ്പൂഞ്ചിയെ പറ്റി സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാലും അല്ലെങ്കിൽ പുള്ളി ചെയ്ത് എന്തെങ്കിലും തൊട്ടിത്തരങ്ങൾ പറഞ്ഞാലും ഉടനെ നമ്മുടെ ചിറാപ്പൂഞ്ചിക്ക് ഒരു പറ്റം കുട്ടിപ്പടകളുണ്ട്, ഫാൻസ്, അതായത് പെയ്ഡ് ഫാൻസ്. അവരെ കൊണ്ടുവന്ന് നെഗറ്റീവ് ഇടുകയും നമ്മളെ ചീത്ത വിളിക്കുകയാണ് നമ്മുടെ ഈ ചിറാപ്പൂഞ്ചിയുടെ പ്രത്യേകതരം ഒരു ഹോബി. എന്തായാലും എത്രത്തോളം ചിറാപ്പൂഞ്ചി വെളുപ്പിക്കുന്നോ അത്രത്തോളം നിൻ്റെ പൊയ്മുഖം നാട്ടുകാർ അറിഞ്ഞുകൊണ്ടേയിരിക്കും. സ്വന്തം സോഷ്യൽ മീഡിയയിൽ കാത്തു കയറി നാട്ടുകാരെ പെയ്ഡായിട്ട് നല്ല നല്ല കമൻറ്റ്സ് ഇടിപ്പിക്കുകയും
നമ്മുടെ ചിറാപ്പൂഞ്ചി ചെയ്യുന്ന എല്ലാ തൊട്ടിത്തരങ്ങളെയും വെള്ളപൂശി എടുക്കുകയോ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നാട്ടുകാർക്കിപ്പം നിൻ്റെ എല്ലാ തൊട്ടിത്തരങ്ങളും വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്.